ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ കുഞ്ഞിപ്പൂച്ചേനെ വല്ല എലിയോ പട്ടിയോ ഒക്കെ പിടിച്ച് കടിച്ചു പറിച്ച് തിന്നേനെ അല്ലേ? പക്ഷേ ബാബുമോൻ ഓടി കണ്ടുപിടിച്ച് അതിനെ എടുത്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് കൊട്ടയ്ക്കകത്തിരുത്തി. കണ്ടോ, 3 പൂച്ചക്കുഞ്ഞുങ്ങളും മിടുക്കരായിട്ടിരിക്കണ കണ്ടോ? ചേടലേ, ബാബുമോന്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടോ? എത്ര പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്? 3 പൂച്ചക്കുഞ്ഞുങ്ങള്. 1, 2, 3. ഇത് കണ്ടോ? 4 നന്നായിട്ട് ബാബുമോൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ബാബുമോന് വലിയ സന്തോഷം. ബാബുമോന്റെ പൂച്ചക്കുഞ്ഞ് ഒരെണ്ണം നഷ്ടമായപ്പോൾ ബാബുമോൻ എന്ത് സങ്കടം വന്നു. ബാബുമോൻ അന്വേഷിച്ച് നടന്ന് മഴയും നനഞ്ഞ് ഓടി നടന്ന് പൂച്ചക്കുഞ്ഞിനെ പിടിച്ചു. ഇല്ലേ? ഇതേപോലെ ഈശോയും നമ്മളെ തേടി വരും. ഈശോയുടെ വചനത്തിലൂടെ നമ്മളോട് ഈശോ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു എന്ന്. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈ വചനം പോലെയല്ലേ ബാബുമോൻ ചെയ്ത്? ബാബുമോന് 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നഷ്ടമായപ്പോൾ ഈ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ അവിടെ വച്ചിട്ട് ബാബുമോൻ ഈ 1 പൂച്ചക്കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിപ്പോയില്ലേ? അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്ന് നന്നായിട്ട് തൂത്ത് തുടച്ച് കൊട്ടയിൽ സൂക്ഷിച്ചു. ഈശോയുടെ സ്നേഹം കണ്ടോ? ഈശോ പറയുകയാണ്, 99നെയും വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒരെണ്ണത്തിനെ അന്വേഷിച്ച് ഈശോ കടന്നു വരുന്നു. ഈശോ പാപികളെ തേടിയല്ലേ കടന്നു വന്നത്? പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ഈശോയുടെ സ്നേഹം എത്ര വലുതാ! ഈശോയുടെ കുഞ്ഞുമക്കളെ, നമ്മൾ ഈശോയിൽ നിന്ന് കൊച്ചു കൊച്ചു തെറ്റുകളെല്ലാം ചെയ്ത് അകന്നു പോകുമ്പോൾ ഈശോ നമ്മളെ തേടി വരും. നമ്മളെ തേടി വരുന്ന ഈശോയാ. അതുകൊണ്ടാ ഈശോ പറയുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യമാണ് എന്ന് 1 തിമോത്തിയോസ് 1:15 നമ്മളെ പഠിപ്പിക്കുക. ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് എല്ലാ ആത്മാക്കളും ആഗ്രഹം നമ്മുടെ ജീവിതം തെറ്റൊക്കെ നമ്മൾ ചെയ്യൂലേ? ചീത്ത പറയും, അമ്മയോടും അപ്പച്ചനോടും കള്ളം കൂട്ടി ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യം കൈക്കലാക്കൂ. സ്മാർട്ടായി നടക്കൂ. ബി സ്മാർട്ട് വിത്ത് സ്മാർട്ട്. സ്മാർട്ട് ഫ്രം വികെസി. ഇവിടെ സമ്മാനങ്ങൾക്കായി കേരളത്തിന്റെ
इतना सा कर दे मुझे भी। क्योंकि औरत बनने के बाद बिल्कुल तुम्हारे जैसा लगता है। फिर से तुमने पंच मारने की कोशिश की, वो भी वल्गर वाला। वल्गर होता तो तुम ऊंचा ऊंचा हंसती ना। है। ये बात तो जग जाहिर है कि तुम उतने ही ज्यादा नंबर देती हो जितनी स्क्रिप्ट नॉटी हो। ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന എൻ്റെ നല്ല ഈശോയെ, ഈശോയ്ക്ക് നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. രസകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപദേശങ്ങളുമായി നമ്മുടെ ടിങ്കുവും മംഗളും എത്തിക്കഴിഞ്ഞു.